വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെയധികം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ സെല്ലു പറഞ്ഞോ? ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ പോണു. അതെ, സെല്ലുവിന്റെ ബ്രദറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ടൈം മീറ്റിംഗ് ഒന്നുമല്ല കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കുറച്ചായി ഞങ്ങൾ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം അജ്മലിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായിൽ പോവാണ്. അപ്പം ഞങ്ങൾക്കത് വളരെ സ്പെഷ്യലാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ദുബായിൽ പോകുന്നത് ഞാനും മൽക്കയും. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. എൻ്റെ മൽക്കനെ കണ്ടില്ലേ, ഭയങ്കര സ്ലീപ്പിയാണ്. ഞാനും സെല്ലും 3 പേരും ഭയങ്കര സ്ലീപ്പിയാണ്. പിന്നെ പറയണ്ടല്ലോ, രാവിലെ എണീറ്റാനുള്ള ഞങ്ങളുടെ അവസ്ഥ അതാണ്. പക്ഷേ ദുബായി പോണോണ്ട് മാത്രം ഞങ്ങൾ അങ്ങ് രാവിലെ എണീറ്റു. അപ്പോൾ പോകുന്നതിനിടയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കാണുകയാണെങ്കിൽ നമുക്ക് കഴിക്കാന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. കാരണം ഒന്നും കഴിച്ചിട്ടില്ല. അതാണ് നമ്മുടെ സൺലൈറ്റ് പ്ലസ്. എന്ത് സൺലൈറ്റ് പ്ലസ്? അതെന്താ റെസ്റ്റോറൻറ്റാ? അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാന്നുള്ള പ്ലാനാണ്. എൻ്റെ മൽക്ക കുറച്ച് കീയണം, ഇനി ഒന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ അവള് ഭയങ്കര സ്ലീപ്പിയാണ്. എന്തായാലും അപ്പം നമുക്ക് കാണാം. എന്ത് പൊന്നെ, വെള്ളം വേണോ? വാങ്ങിത്തരാട്ടോ. നമുക്ക് അടുത്തൊരു പെട്രോൾ പമ്പ് എത്തട്ടെ, നമുക്ക് വെള്ളം വാങ്ങിക്കാം. അപ്പൊ വെള്ളം വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. നീ പോണോ? ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. അഡ്നോക്ക് എന്നാണ് ഇവിടെ പെട്രോൾ പമ്പിന് പറയുക. നമ്മൾ ഖത്തറിലാകുമ്പോൾ മുക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദുബായിൽ വേറെയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും വേറെ വേറെയാണ്. എന്തായാലും കൊള്ളാം. പക്കു ഇപ്പം വെള്ളം കിട്ടും കേട്ടോ. എൻ്റെ മൽക്ക ഭയങ്കര ടയേർഡായിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ് മക്കു ഉള്ളത്? അവൾ ഓക്കെ ആയിട്ടില്ല. അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സെല്ലു പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടെ തന്നെ കയറ്റാൻ കാരണം? നമ്മുടെ നാട്ടിലെ കൽപ്പഞ്ചേരി കടുങ്ങാത്തോണ്ട് എന്നുള്ള സ്ഥലത്ത് വേറൊരു ഹോട്ടലുണ്ട്, സൺലൈറ്റ്. അതേ സെയിം ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. ഫുഡും ഒക്കെ സെയിമാ നാട്ടിലത്തെ. അതുകൊണ്ട് നാട്ടിലത്തെ സെറ്റപ്പ്. ഇതിനു മുമ്പ് ഇവിടുന്ന് എത്ര പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്? അത് അറിയില്ല, ഒരുപാട് പ്രാവശ്യം കഴിച്ചു. സെല്ലോ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ. അടിപൊളി, നമ്മളൊന്നും കഴിക്കുന്നത് തന്നെ. അപ്പം നമ്മളിത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ പൊറാട്ടയും നല്ല നാടൻ പള്ളിക്കറിയും പിന്നെ ഫിഷ് കറിയുമാണ്. അത് സെല്ലൂനാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സ്പോട്ട് എവിടെ വരുന്നത് സെല്ലു? നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചത് ഷഹാമയിലാണ് വരുന്നത്. സൺലൈറ്റ് പ്ലസ് എന്നാണ് ഹോട്ടലിന്റെ നെയിം. എന്തായാലും നല്ല തരക്കേടില്ലാത്തൊരു ഫുഡ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടി. സെല്ലു എപ്പോഴും പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കയറ്റിയിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നേരെ ബാക്ക് ടു നമ്മുടെ ലോങ് ഡ്രൈവിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. മൽക്ക ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ നമുക്കിനി 1 hour ഡ്രൈവ് ഉണ്ട് ഇനി. അവരാ ഹാപ്പി ആയോ നീ ഫുഡ് കഴിച്ചേക്ക്? അവള് ഹാപ്പി ആവില്ല, ഒക്കെ ഉറങ്ങി റെഡി ആവണം. പക്ഷെ അവള് വണ്ടിയൊന്നും ഉറങ്ങൂല്ല. അപ്പൊ സെല്ലു അറിയൊക്കെ പിന്നെ സെല്ലു ആസ് യൂഷ്വൽ എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. പിന്നെ നല്ല മഴയാണ് ഗായ്സ് ഇവിടെ. മഴയൊന്നുമില്ല, നല്ല ചാറ്റൽ മഴയാണ്. ഇതാരാ അത് നമ്മുടെ വണ്ടിയിലൊരു ഭൂതം? ഇതാരാ ഒരു ഭൂതം പൊതപ്പൊക്കെ മൂടിയിട്ട്? പുറത്തു വായോ ഭൂതം, പുറത്തു വായോ. പിക്കപ്പു പിക്കപ്പു പിക്കപ്പു. അവളുടെ ഒരു കുട്ടിപ്പൊതപ്പൊക്കെ ഇട്ട് വെറുതെ വണ്ടി കയറി ഉറങ്ങില്ല. അത് എത്ര ഉറക്കം വെച്ചാലും അവൾ ഉറങ്ങത്തില്ല. അത് അവളുടെ പപ്പയുടെ ക്യാരക്ടറാണ്. എന്നാലും അവൾ അവളുടേതായ കളികൾ അവിടെ തുടരട്ടെ. നമ്മളെ ഡ്രൈവ് തുടരാം. നല്ല മഴയത്ത്, നല്ല രാവിലെ, നല്ല ക്ലൈമറ്റിൽ നല്ല രസമുണ്ടെങ്കിൽ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഡേ എന്തായാലും ഇന്ന് നമ്മൾ ഡ്രൈവ് ചൂസ് ചെയ്തത്. എന്തായാലും നമുക്ക് പോയേക്കാം. നമ്മൾ എങ്ങോട്ടാണ് പോണത്?
അജ്മലിന്റെ അടുത്തോ? ആരാണ് ഈ അജ്മല്? ആരാ അജ്മല്? ആ പാപ്പയോ? ആരുടെ? പപ്പന്റെ. പപ്പന്റെ ബ്രദറ് മക്കുവിന്റെ. അവക്ക് അറിയാം മാപ്പാപ്പയാണെന്നൊക്കെ, പക്ഷെ കുട്ടിയെ വിളിക്കൂലെന്നുള്ളൂ. കുട്ടി പേരെ വിളിക്കുള്ളൂ. കുട്ടി വലിയ കുട്ടിയാണ്. അജ്മൽ എവിടെയാ ഉള്ളത്? അതൊക്കെ അജ്മൽ എവിടെയാ മോളുള്ളത്? ദുബായ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണത്? അങ്ങനെ പിന്നെ അതിനിടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡ്നോക്കിലെ ഒയാസിസിൽ നമ്മൾ കയറി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ചു. മോളൊക്കെ ഉള്ളതല്ലേ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു ലോകമാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ ആയിട്ട്. അപ്പം എന്തായാലും പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ യാത്ര. നമ്മൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് എല്ലാവരും കൂടി അവർ ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഭയങ്കര രസമായിരുന്നു ആ ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഈ ഒരു മഴയത്ത് കാണാമെന്ന് അറിയുമ്പം. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ യാത്ര അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. ഫൈനലി ഗായ്സ് നമ്മളിപ്പോൾ ദുബായ് എത്തിയിരിക്കുകയാണ്. സെല്ലോ, എന്താണ് ദുബായിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഫാദ് ഫാസിലിന്റെ ആ ഫിലിമില് പറഞ്ഞമാതിരി ഒരു മെജീഷ്യൻ അയാളുടെ മേജിക് സ്റ്റിക്ക് കൊണ്ട് കാണിച്ചു വെച്ച മാന്ത്രികം ദുബായ്. കുറച്ച് ഓവറായി പോയി, എന്നാലും വേണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യമായിട്ടാണ്. ഡയമണ്ട് നെക്ലേസില് ആ വാക്കുകൾ കടെടുത്തു എന്നുള്ളൂ. അപ്പൊ ഫൈനലി ഗായ്സ് വെൽക്കം ഹബീബി, വെൽക്കം ടു ദുബായ്. പറ. എവിടെ എവിടെ മോളെ ബിഎം? ലുക്ക് അറ്റ് ദിസ് ഗായ്സ്, നമ്മളെ ഫ്രണ്ട് കൂടി എമിറേറ്റ്സ് ഫ്ലൈറ്റാണ് പോകുന്നത്. ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പം പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടാവില്ല. നമ്മുടെ ബ്രദേഴ്സ് ഒരുമിച്ചിരിക്കുകയാണ് ഗായ്സ്. ഒരാൾ ഇവിടെ വീഡിയോ കോളിലും ഉണ്ട്. 3 brothers in 1 frame. അങ്ങനെ ഇതീ നമ്മൾ അജ്മലിനെ മീറ്റ് ചെയ്തു. അജ്മൽ ദുബായിലാണ്. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതീ നമ്മുടെ മക്കു ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവൾ ആഗ്രഹിച്ചൊരു സാധനമാണ് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ടാബ്. അത് അജ്മൽ കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു പൊലിവിലാണ് അവളുള്ളത്. പിന്നെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമും കൂടി ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയിരുന്നു. ഇപ്പം നല്ല രസമില്ല ഈ ഒരു ബിൽഡിങ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. ഓൻ കൊണ്ടുവന്ന കടല്ലേ മൂഞ്ചാതിരിക്കുക. എന്ത് പറയാ, ഒരു കുഴപ്പമില്ലാത്ത ഫുഡ് കണ്ടു പോകുന്നതാ ഈ ഏരിയത്. പക്ഷെ വൻ ഷോക്കായി പോയി, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് നമ്മള് അടുത്ത് ട്രൈ ചെയ്യും. എന്നിട്ട് അപ്പം നമുക്ക് കാണാം. ഓക്കെ, ആരാ മേടിച്ചത്? അജ്മല. അത് പോയി. നമ്മള് മൃദുഫിലാപ്പുള്ളത് നിലവില്. നമ്മളിവിടെ നേരെ പോവാൻ നിൽക്കുകയാണ് അൽസീഫിലോട്ട് പോവാണ്. അപ്പം അതിന്റെ മുന്നേ MC ഉണ്ട് ഇവിടെ. നേരെ പോവാ. മക്കൂക്ക് ഐസ്ക്രീം ഉണ്ടാക്കുവോ? മക്കൂക്കുള്ള ഐസ്ക്രീം മേടിക്കാം നമ്മള് നേരെ.
ഓക്കെ. അതല്ല അൽസീഫിന്റെ പ്രത്യേകത എന്താ? ഹെറിറ്റേജ് ഹോം, അതേപോലെ ഈ പഴയ മ്യൂസിയത്തിന്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ കുറേ വീഡിയോസിൽ ഈ അൽസീഫ് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആയിരുന്നു ദുബായിൽ. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഫൈനലി നമ്മൾ പോവാണ് അങ്ങോട്ട് ഗൈസ്. ഇപ്പൊ നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കല്ലേ. അങ്ങനെ ഞങ്ങളൊരു മെക്ഡൊണാൾഡ്സ് നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അൽക്ക, ഐസ്ക്രീം എങ്ങനെയുണ്ട്? എന്താ മോളെ? യമ്മിയാണ്. ആസ് യൂഷ്വൽ യമ്മി ആയിരിക്കും. ഗൈസ് ക്ലോക്ക് ടവർ, അതായത് ഇവിടുത്തെ അത്യാവശ്യം തിരക്കേറിയ ഒരു സ്ഥലത്തിൽ ഒന്നാണ്. ഇത് ഏതാ സ്ഥലം അജ്മലെ? പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര അൽസീഫിലോട്ടായിരുന്നു ദുബായിലെ. അപ്പം അൽസീഫ് വ്ലോഗായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.